1 കൊറിന്തോസ് 15:10. ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് ഞാൻ മറ്റെല്ലാവരെയും കൂടുതൽ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ്. എൻ്റെ പേര് ജസ്റ്റിൻ ജോർജ്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത, മഞ്ഞപ്ര ഫൊറോന, തോളപ്പാറ ഇടവക സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവാംഗമാണ്. ഇത് എൻ്റെ ഭാര്യ രശ്മി, ആളൂർ ഇടവാംഗമാണ്. എൻ്റെ കൂടെ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് വന്നിട്ടുണ്ട്. അവർ അനുജൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, എങ്കിലും ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് അവർ. എനിക്ക് 4 മക്കളാണ്. മൂത്തവൾ ആൻ ഗ്രേസ് ജസ്റ്റിൻ, രണ്ടാമത്തവൻ ആൻജോ ജസ്റ്റിൻ, മൂന്നാമത്തെ ആള് ആൻബിൻ ജസ്റ്റിൻ, നാലാമത്തെ ആള് ആൻലിസ് ജസ്റ്റിൻ. മൂത്ത മകളാണ് അവൾ ആൻഗ്രേസ് ജസ്റ്റിൻ. അവൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. അവളെ പറ്റി പറയുകയാണെങ്കിൽ സ്പോർട്സിൽ നല്ല താല്പര്യം അവൾക്ക്. അവൾ നാഷണൽ മെഡലിസ്റ്റാണ്. പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ രണ്ടാമത്തെ ആള് ആൻജോ ജസ്റ്റിൻ, അവൻ +2 പഠിക്കുന്നു. അവൻ്റെ പ്രത്യേകത ബുദ്ധിപരമായി ചിന്തിക്കുകയും അങ്ങനെ സയൻസുമൊക്കെ അന്വേഷിച്ച് അതിന് ക്വസ്റ്റ്യൻ ആൾ തന്നെ ഉണ്ടാക്കി അതിൻ്റെ ഒരു ആൻസറൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ച് ആ ലെവലിൽ ഒരു സയൻറ്റിസ്റ്റ് മൂടാണ് പുള്ളിക്ക്. അങ്ങനെ ഒരു ലെവലാണ്. പിന്നെ വീടിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. മൂന്നാമത്തെ ആൾ ആൻബിൻ ജസ്റ്റിൻ, അവൻ +1 പഠിക്കുന്നു. അവൻ്റെ ഒരു പ്രത്യേകത വീടാക്കുന്നത് മൂന്നാമത്തെ ആളാണ്. അതായത് വീട്ടിൽ എപ്പോഴും ഭയങ്കര കളിച്ചും ചിരിച്ചും ബഹളുണ്ടാക്കിയും അവനിപ്പോൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഒന്ന് കിടക്കുക അല്ലെങ്കിൽ അവനിവിടെ ഇല്ലെങ്കിൽ വീട് ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോവും. പിന്നെ നാലാമത്തെ ആൾ മകളാണ് ആൻലിസ് ജസ്റ്റിൻ. അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾ കുറച്ചും കൂടിയും 3 പേരുടെ കൂടെ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടായിരിക്കാം എല്ലാത്തിനും ഭയങ്കര സ്മാർട്ടാണ്. പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ആരും ഒന്നിങ്ങനെ കൂസൊന്നുമില്ല. ഇത്തിരി സ്ട്രോങ് ആണ്. പിന്നെ ഭയങ്കര ശ്രദ്ധയാണ് കാര്യങ്ങൾക്കൊക്കെ. ചേച്ചിയുടെ പോലെ തന്നെ സ്പോർട്സിൽ നല്ല താല്പര്യമുണ്ട്. നന്നായി ഡാൻസ് കളിക്കും. എൻ്റെ ഫാമിലിയിൽ അപ്പച്ചന് 7 മക്കളാണ്, അപ്പച്ചൻ്റെ സഹോദരങ്ങൾ. എൻ്റെ അമ്മച്ചിയുടെ സഹോദരങ്ങൾക്കും 7 മക്കളാണ്. അപ്പോൾ വലിയ കുടുംബത്തിൽ ഞങ്ങൾ ആയിരുന്ന് അതിൻ്റെ എല്ലാ നന്മകളും പരസ്പരമുള്ള പങ്കുവയ്ക്കലുകളും സഹോദര സ്നേഹവും കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മക്കൾ വേണമെന്നുള്ള ഒരു താല്പര്യം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കുട്ടികളെ പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ഞാനും അനിയത്തിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ആണും പെണ്ണും രണ്ടും തമ്പുരാൻ തരുന്നതാണ്. എന്നാലും ചിലപ്പോൾ ഞാൻ വിചാരിക്കും ബ്രദർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഡാഡി അങ്ങനെ അതുപോലെയാണ് കൊണ്ടുവരുന്നത്. എന്നാലും ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഒരാണും പെണ്ണും ഒരു ഫാമിലിയിൽ ഉണ്ടാകുമ്പോൾ അതിൽ മാനസികമായ ഒരു വളർച്ചയ്ക്ക് അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മക്കൾ വേണം എന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പൈസയും മക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് കാണുക. അപ്പോൾ സാമ്പത്തികമായൊരു മേഖല മാത്രം ശരിയായതുകൊണ്ട് മക്കൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഒരു കുട്ടി മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ തെറ്റാണ്. കാരണം മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് മക്കളെ വളർത്തുക, ദൈവം തരുന്ന മക്കളെ നമ്മൾ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളാണ് അവരെ വളർത്തി വലുതാക്കുന്നത് എന്നുള്ള തോന്നൽ തന്നെ തെറ്റാണ്. എത്ര മക്കളുണ്ടെങ്കിലും അതിനെ കാത്തു പരിപാലിച്ച് കൊണ്ട് നടക്കുന്നത് ദൈവമാണ്. പണ്ടത്തെ കാരണവന്മാരൊക്കെ നമ്മൾ കാണുമ്പോൾ അറിയാം, 8ഉം 10ഉം മക്കളുള്ളതാണ്. അവിടെ ഒന്നും ഒരു കുടുംബവും താഴെ പോയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്ത്
പരസ്പരം സഹകരിച്ച് സ്വാർത്ഥ മനോഭാവമില്ലാതെ സന്തോഷത്തോടെയാണ് അവിടെയൊക്കെ നടന്നിട്ടുള്ളത്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഒരു കുട്ടിയും പരസ്പരം പങ്കുവയ്ക്കലുകൾ അവരുടെ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്ന് തിരിച്ചു വരുമ്പോൾ അവരോട് അവരുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ മറ്റൊരാളുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്, അത് വേണ്ടതുമാണ്. പിന്നെ സാമ്പത്തികം എന്നുള്ളത് കൊണ്ട് സാമ്പത്തികം ഓരോ മക്കളുണ്ടാകുമ്പോഴും അതിനു വേണ്ട സാമ്പത്തികം ദൈവമാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഉണ്ടാകും എന്ന് എനിക്ക് ഒട്ടും വിചാരം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തെ എടുത്താൽ അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. എല്ലാം ദൈവം തന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓരോ മക്കളുണ്ടാകുമ്പോഴും അവർക്ക് വേണ്ടത് തമ്പുരാൻ കരുതി വയ്ക്കുന്നുണ്ട്. നമ്മളാണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിച്ചാൽ പോയി. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ദാനവുമാണ്. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. എത്രയധികം വരുമാനം ഉണ്ടെങ്കിലും, അതിപ്പോൾ 10 മക്കളാണെങ്കിലും ഒരു മോനാണെങ്കിലും അത് ദൈവം നിലനിർത്തിയാലേ നിലനിൽക്കുള്ളൂ. അതല്ലാതെ ഒരു കൊച്ചുള്ളതിന് കുറച്ച് മതി, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് സാമ്പത്തികം മെച്ചപ്പെട്ട് നിൽക്കും എന്നുള്ളത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. കുർബാന കാണാണ്ട് ഞങ്ങൾക്കൊരു പരിപാടിയില്ല. അപ്പോൾ പിള്ളേരൊക്കെ ഒരു 7:15 ആകുമ്പോഴേക്കും പോകണം. പിള്ളേർക്ക് 7:15 ആകുമ്പോൾ ബസ് വരും. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് തവളപ്പാറ ഇടവകപ്പള്ളിയിൽ 6:30ക്കാണ് കുർബാന. അപ്പോൾ അതിന് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്ത് മഞ്ഞപ്ര 5:30ക്ക് കുർബാനയുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം. എനിക്ക് 5:15 ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഒരു 3:45 ആകുമ്പോഴേക്കും എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് പോവുക. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഫുഡ് കൊടുത്ത് പിള്ളേരെ ഇറക്കണം. അപ്പോൾ ഒരു 3:45 ആകുമ്പോഴേക്കും എഴുന്നേറ്റില്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല. പിന്നെ ഞാൻ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ഹസ്ബൻഡും മൂത്ത 2 മക്കളും ഇവിടെ കുർബാനയ്ക്ക് പോകും. ഞാനും എൻ്റെ മോളുമാണ് ഇവിടെ മഞ്ഞപ്ര പള്ളിയിൽ കുർബാനയ്ക്ക് പോകണം. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മളുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യും. പിന്നെ 3 മണിയാകുമ്പോഴേക്കും താഴെയുള്ള ആൾ ഇപ്പോൾ ഇവിടെ അടുത്തൊരു സ്കൂളിലാണ് പോണേ, സെൻറ്റ് പാട്രിക്സ് സ്കൂളിലാണ് പോണേ. അപ്പോൾ അവൾ 3 മണിയാകുമ്പോഴേക്കും വരും. പിന്നെ അവർക്കുള്ള കാര്യങ്ങൾ വൈകുന്നേരം ഒരു 10 മണി 10:30 ആകുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചില ദിവസങ്ങൾ തലേദിവസം ചെയ്തു വയ്ക്കും, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ 10 മണി 10:30 ആകുമ്പോഴേക്കും കിടക്കും. സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പങ്കുവയ്ക്കലുകൾ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ എനിക്ക് ബിസിനസ്സാണ്. ആ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ കുടുംബത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ മക്കളുമായിട്ടും അല്ലെങ്കിൽ ഭാര്യയുമായിട്ടും ഒരുമിച്ചുള്ള ആ സന്തോഷം പങ്കുവയ്ക്കലും ദുഃഖങ്ങളായാലും അത് പങ്കുവയ്ക്കുമ്പോൾ അവിടെ ഒരുപാട് സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം മക്കളോടും ഭാര്യയോടും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ തുറന്ന് സംസാരിക്കുന്നവരാണ്. മക്കളാണെങ്കിൽ തന്നെ സ്കൂളിൽ വന്നു പോയാൽ കൂട്ടുകാരോട് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങളോട് ഓരോ കാര്യങ്ങളും പറയുന്നത്. കാരണം അതുകൊണ്ട് അവർക്കും വലിയ ഒരു എന്താ പറയുക, നല്ലൊരു വിടുതൽ പോലെയാണ്. എന്ത് കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പിള്ളേർക്കും ഉണ്ട്, പഠിക്കുന്ന കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പല ഇതുണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ബിസിനസ് കിട്ടാണ്ടൊക്കെ ബുദ്ധിമുട്ട് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നില്ലാത്ത സ്ഥലത്തുനിന്ന് എവിടുന്നാ അത് വന്നേന്ന് നമുക്കൊരു പിടുത്തില്ലാത്ത പോലെ തമ്പുരാൻ്റെ ഒരു പ്രാർത്ഥനയുടെ തമ്പുരാൻ നമ്മളെ കനിഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഉയർച്ച തമ്പുരാൻ നമുക്കൊരു സമയത്ത് നമുക്ക് തന്നായിരുന്നു. അത് തമ്പുരാൻ നമ്മളെ കൈ പിടിച്ച് നമ്മളെ അങ്ങോട്ട് ഉയർത്തിയതാണ്.
എന്തൊരു കാര്യത്തിനും അവർ ഇതുപോലെ തന്നെ കുർബാനയും കണ്ട് പരിശുദ്ധ അമ്മയുടെ ജപമാലയും ചൊല്ലി പ്രാർത്ഥിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഒരു കാര്യത്തിനും തമ്പുരാൻ ഒരു തടസ്സം ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നത്തിലുണ്ടെങ്കിൽ തീയുടെ ചൂളയിൽ കൂടെയാണ് പോകുന്നതെങ്കിലും തമ്പുരാൻ ഇങ്ങനെ ഉള്ളം കയ്യിലെടുത്ത് കൊണ്ടുപോകുന്ന അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബൈബിളിൽ പറയുന്ന പോലെ തന്നെയാണ്. യോഹന്നാന്റെ 15-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരി ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട് കുടുംബ പ്രാർത്ഥനയും അതുപോലെ തന്നെ പേഴ്സണൽ പ്രയറും ഞങ്ങൾ മുടക്കാറില്ല. പിന്നെ കൂടെയുള്ള കുമ്പസാരം 2 ആഴ്ചയെ കൂടുതൽ ഞങ്ങൾ കുമ്പസാരിക്കാനായിട്ട് വൈകാറില്ല എന്നുള്ളതാണ്. അത് ഞങ്ങളും മക്കളും അതുപോലെ തന്നെയാണ്. അതിപ്പോൾ ഞങ്ങൾ ഇത്തിരി വൈകിയാലും അപ്പം ഞങ്ങളൊന്ന് കുമ്പസാരിക്കണം എന്ന് അവർ പറയും. അപ്പം ഞാൻ അതിനുള്ള സാഹചര്യം അവിടെ ഒരുക്കി കൊടുക്കും. ഞങ്ങൾ 7 മണിയാകുമ്പോഴേക്കും മിക്കവാറും ഇപ്പം എന്തെങ്കിലും യാത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒരു 8 മണിക്ക് ആകുമ്പോഴേക്കും, അതും ഒട്ടും വൈകില്ല. കാരണം ഏറ്റവും അത് വൈകി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ പിള്ളേർ പറഞ്ഞിട്ട് കാലം സ്കൂളിലൊക്കെ കാലത്ത് തന്നെ എഴുന്നേറ്റ് പോയി വരുമ്പോൾ പിള്ളേർ പഠിച്ചു കഴിയുമ്പോൾ അപ്പോൾ അങ്ങോട്ട് വൈകൂല. എന്തായാലും ഒരു 7 മണി 8 മണി അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും, അല്ലെങ്കിൽ പ്രാർത്ഥന ശരിയാവില്ല. അപ്പോൾ എല്ലാവരും മുട്ടുമ്പോൾ നിന്നോളണം. പിന്നെ അപ്പയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര ചിട്ടയിൽ പോണ ആളാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ മുട്ടുമ്പോൾ നിന്ന് എല്ലാവരും ഒരുമിച്ച് ഉറക്കമൊന്നും തൂങ്ങാൻ സമ്മതിക്കില്ല, അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് മുട്ടുമ്പോൾ നിന്ന് ശരിക്കും ഒച്ചയിൽ കൈവിരിച്ച് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നിന്ന് അതിൽ ഒരു വീഴ്ചയില്ല. ചേട്ടൻ സമ്മതിക്കില്ല. അപ്പോൾ പ്രാർത്ഥന ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും മുടക്കിയിട്ടില്ല. അത് ഞങ്ങൾക്ക് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ്. ജപമാല, ആദ്യത്തെ ജപമാല ഒരു കാരണവശാലും മുടക്കാൻ കുടുംബ പ്രാർത്ഥനയിൽ തന്നെയല്ല, അത് കഴിഞ്ഞാലും പിള്ളേരോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ ഉണ്ടായിട്ടതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മതബോധനം ഈ പറഞ്ഞ പോലെ ഞാൻ 11ാം ക്ലാസ് മതബോധനം അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഞാൻ ക്രിസ്തീയ ജീവിതം എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതുപോലെ തന്നെയാണ് മതബോധനം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. ഒരു മതബോധനം എന്നതിലുപരി വിശ്വാസ പരിശീലനം. ക്രിസ്തു എന്ത് നമ്മൾ പഠിപ്പിക്കുന്നു, ഈശോയോട് ഒത്തുചേർന്ന് എങ്ങനെ പോകാൻ പറ്റും, അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ മതബോധനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുപോലെ പിള്ളേർക്കും അത് തന്നെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. കാരണം ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഈശോ എന്താഗ്രഹിക്കുന്നു അതുപോലെ നമ്മൾ പോകണം. മതബോധനത്തിൽ ഇപ്പോൾ മൂത്തവള് ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞു, 2ാമത്തവൻ +2-നാണ് പഠിക്കുന്നത്, 3ാമത്തെ ആൾ +1 പഠിക്കുന്നു, 4ാമത്തെ ആൾ 8ാം ക്ലാസ്സിലാണ്. അതേ ക്ലാസ്സുകളിൽ തന്നെയാണ് അവരും പഠിക്കുന്നത്, അതേ ക്ലാസ്സിൽ തന്നെ മതബോധനത്തിനും പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ 11ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ കൂടെയാണ് ഇവരെല്ലാവരും മതബോധനത്തിൽ കടന്നു പോയിട്ടുള്ളത്. മതബോധനത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതും ബൈബിൾ ബേസിട്ടുള്ള വചനങ്ങളും വചനാധിഷ്ഠിതമായ ജീവിതവുമാണ്. നിഷ്കളങ്കതയാണ് ഏറ്റവും വലിയ കാര്യം. ഫാസ്റ്റായിട്ട് തീരുമാനം എടുക്കും, എടുത്ത തീരുമാനം അത് നടപ്പാക്കും. കൂടാതെ കരുണ, മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഒരു മനസ്സ്. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര കൊച്ചു കാര്യമാണെങ്കിലും ഭയങ്കര പെർഫെക്ഷനായിട്ട് ചെയ്യുള്ളൂ. കുറ്റം പറയില്ല ഒരാളെ. എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ വരുന്നവർക്ക് ആതിഥേയം അതിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് സാരി ആയിരുന്നു ഉടുത്തിരുന്നത്. ഒരു മുണ്ടും ഷർട്ടാണ് പുള്ളി എടുക്കുക. ആ ഷർട്ട് ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചതിൻ്റെ കൂടെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും. പിന്നെ അന്ന് അപ്പച്ചനുണ്ടായി, അമ്മച്ചിയുണ്ടായി, പെങ്ങളുണ്ടായി. കാണാൻ എടുക്കണ കാരണം നമ്മൾ പെട്ടെന്ന് അതിൽ വീണു ഉള്ള കാര്യം പറയാലോ. കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ കുഴപ്പമില്ല എന്നൊരു തോന്നൽ മനസ്സിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം വരുമ്പോൾ നമുക്ക് തമ്മിൽ യോജിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ടൈം എടുക്കും തിരിച്ചു വരാൻ. സോറി അറിഞ്ഞു വെക്കാറ് ഞാൻ തന്നെയായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ കടുംപിടുത്തം പിടിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയ കാര്യങ്ങൾ വിശ്വസൻ, വലിയ കാര്യങ്ങൾ വിശ്വസനായിരിക്കും. പക്ഷെ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ വൈഫിനെ സംബന്ധിച്ച് കൊച്ചു കാര്യങ്ങൾ വളരെ നിസ്സാരമാണ്. അതിൽ ഞങ്ങൾ വളരെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷെ അത് പിന്നീട് അത് മാറി. മിക്കവാറും എൻ്റെ ഭാഗത്തായിരിക്കും കുഴപ്പം. ഞാൻ പറഞ്ഞില്ല, പുള്ളി എടുക്കുന്ന തീരുമാനം കുറെ ദൂരെ കണ്ടെടുക്കുക.
ഞാൻ അങ്ങനെയല്ല, അതൊന്നും കാണൂല. ഇപ്പോഴത്തെ തീരുമാനം, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഞാൻ തീരുമാനങ്ങൾ എടുക്കുക. പക്ഷെ അത് കഴിയുമ്പോഴാണ് ഇതുകൊണ്ടാണല്ലേ പുള്ളി അങ്ങനെ ചെയ്തതെന്നുള്ളത് പിന്നീട് മനസ്സിലാവുക. അപ്പോൾ എത്രയൊക്കെ പ്രശ്നങ്ങൾ സാധാരണ ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും. പക്ഷെ അത് ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കാറില്ല. അത് എനിക്ക് സാധിക്കാറില്ല. കാരണം എങ്ങനെ പോയാലും ഒരു ആഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ കുമ്പസാരിക്കണം. അതിനു മുമ്പ് സോൾവ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരവില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരാളുടെ മനസ്സിൽ എന്തെങ്കിലും വെറുപ്പ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ വെറുപ്പ് വെച്ചിട്ട് സർവശക്തനായ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. ബൈബിൾ വായിച്ചാൽ നമുക്ക് വ്യത്യാസങ്ങളും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, ഹസ്ബൻഡിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, മക്കളെയും സ്നേഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പിടിച്ച മൊയിലിന് 10 കൊമ്പെന്ന് പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കും. ബൈബിൾ വായിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് തലങ്ങൾ താഴുന്നത്. അപ്പോഴാണ് ആര് പറഞ്ഞാലും നമ്മളത് കേൾക്കില്ല. പക്ഷെ തമ്പുരാൻ പറയുമ്പോൾ മാറ്റങ്ങൾ വരും. എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ എല്ലാത്തിലുപരി തമ്പുരാന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക്, പേഴ്സണൽ പ്രയറിന് ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. ബൈബിൾ വായന, ബൈബിൾ വിചിന്തനം, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടുന്ന സമയമൊക്കെ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നുമല്ല, എൻ്റെ കയ്യിൽ ബൈബിളായിരിക്കും മിക്കവാറും. ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ മുമ്പ് വരെയൊക്കെ ഞാനൊരു സാധാരണ ക്രിസ്ത്യാനി. നമ്മൾ പള്ളിയിൽ പോകുന്നു, കുർബാന, നമ്മൾ ധ്യാനമൊക്കെ പണ്ടൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക, ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ഒക്കെയാണ് കൂടുതൽ എനിക്ക് തോന്നണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര തമ്പുരാൻ പിള്ളേർ വന്നു കഴിയുമ്പോൾ നല്ല ദൈവാശ്രയബോധം വരും. അതൊരു പ്രത്യേകതയല്ല എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഈശോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. പിന്നെ ഇതൊന്നും നമ്മളുടെ കയ്യിലല്ല. ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾക്ക് തോന്നും, അത് നമ്മൾ ആദ്യം വിചാരിക്കും കല്യാണം കഴിയുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ എൻ്റെ മൂത്തോളോടൊക്കെ പറയും, സഹകരിച്ച് ജീവിക്കാനും താഴ്ന്ന് ഹസ്ബൻഡ് പറയുന്നത് കേട്ട്. ഒരു വചനമുണ്ട്, ഏതാന്ന് ഞാൻ ഓർക്കണില്ല, ഭാര്യമാര് നിങ്ങളെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഞാൻ ഈ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായില്ല. നാളെ ദിവസം ബൈബിൾ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, എൻ്റെ പൊന്നോള് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഉള്ളില് ആ ബോധം എനിക്ക് അടുത്ത കാലത്താണ് ഉണ്ടായിട്ടോ. എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. എളുപ്പമല്ല, അത് വേറെ കാര്യം. പക്ഷെ ഉള്ളിൽ ആ ബോധ്യം നമുക്ക് എന്ന് വരുന്നോ അത് അപ്പം നമുക്ക് സാവധാനം നമുക്ക് ആ വചനത്തോട് യോജിക്കാൻ പറ്റും. യാത്ര എന്ന് പറഞ്ഞാൽ ദൂര സ്ഥലം, പുറം സ്റ്റേറ്റുകളിലൊക്കെ പോയിട്ടുണ്ട്. എന്നല്ലാണ്ട് ഇപ്പം മൈസൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് കൂടുതൽ. അതിനപ്പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല. സന്തോഷമായിട്ട് സമാധാനത്തിൽ പോകുക എന്നുള്ളതാണ്. പിള്ളേർ പറയാം അങ്ങോട്ട്, പക്ഷെ ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. ഞങ്ങൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ അനിയന് അല്ലെങ്കിൽ റിലേഷനിലുള്ളവരൊക്കെ കൂടി തൊട്ടടുത്ത എവിടെയെങ്കിലൊക്കെ പോകും. അല്ലാണ്ട് പിന്നെ വേളാങ്കണ്ണി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ദോഷവശങ്ങളും അതിനുണ്ട്. അപ്പോൾ അതിനെ പരിമിതപ്പെടുത്തി ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഒരു ടൈം പഞ്ചിട്ടുണ്ട്, മാക്സിമം 1 hour എല്ലാത്തിനും. അതിൽ കൂടുതൽ മൊബൈൽ ഫോണിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അനുവദനീയമല്ല. ഇവിടെ മൊബൈൽ ഫോൺ തന്നെയല്ല മീഡിയ, ഞങ്ങൾ പരസ്പരം കണ്ട് സംസാരിക്കാനും അതിനു വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരുമാണ്. ഭാര്യ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളല്ല. പിന്നെ എന്തെങ്കിലും ധ്യാനങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള വചന വിചിന്തനവുമായി ബന്ധപ്പെട്ട ചിന്തകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ ഞങ്ങൾ അതിന് പോകാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അത് വളരെ തടസ്സമായിട്ട് വരുന്നത് കൊണ്ട് ഞങ്ങളതിന് മുതിരാറില്ല. മറ്റുള്ളവരെ, അതായത് മക്കളെ പ്രോത്സാഹിപ്പിക്കാറില്ല. ജപമാലയാണ് ഞങ്ങളുടെ ആയുധം. അപ്പൊ അതല്ല, ഇവിടുത്തെ ഒരു സ്റ്റൈല് വേറെയായിരുന്നു. കാരണം അപ്പനും അമ്മയും വീട്ടിലുണ്ട്, അപ്പോൾ അവര് വിളമ്പി തരും. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര രസകരമായ കാര്യമായിരുന്നു എനിക്കിട്ടാ. അതിൻ്റെതായ ഗുണമുണ്ട് ഇതിന്. പക്ഷെ വീട്ടിലെല്ലാവരും കൂടുന്നത് പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഇവിടെ 12 കൊല്ലം, ഞങ്ങൾ 6-7 കൊല്ലമായിട്ടുള്ളൂ ഞങ്ങൾ മാറിയിട്ട്. പക്ഷേ ആ പിള്ളേര് അപ്പച്ചൻ്റെയും അമ്മയുടെയും കൂടി, കാരണം നല്ല തിരിച്ചറിവായിട്ടാണ് പിള്ളേർ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് പെരമാറി താമസം കഴിഞ്ഞ് ഇവിടെ വന്ന് 2 ദിവസം കഴിയുമ്പേ ഞങ്ങൾ അങ്ങോട്ട് പോവാ. പിള്ളേരെന്തെങ്കിലും രാത്രി 9 മണി 10 മണി ആവുമ്പോൾ കിടക്കി. കാരണം അവർക്ക് അവിടെ നിന്ന് മനസ്സുകൊണ്ട് അവരിങ്ങോട്ട് പോന്നിട്ടില്ല.
അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തലോണി. അപ്പം പറയും എന്തിനാ മക്കളെ തലോണി, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഉപയോഗിക്കാണ്ടെങ്കിൽ തലോണിക്കാണ്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ തലോണിയും പറഞ്ഞു വേണ്ട, പുതപ്പും ഒക്കെ എടുത്ത് അതിൻ്റെ ആവശ്യമില്ല, എന്നാലും അവരുപയോഗിക്കുന്നത് എടുത്ത് ഒരു വരിയായിട്ട് ഇവിടുന്ന് അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കൂടെ അവിടെ വീട്ടിൽ കിടക്കാൻ. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഏറ്റവും നല്ല കുടുംബം കൂട്ടുകുടുംബം തന്നെയാണ്. അപ്പനമ്മ, അപ്പാപ്പൻ, അമ്മാമ്മ, അവരുടെ സ്നേഹവും സന്തോഷവും നമ്മുടെ മക്കളും കൂടി അനുഭവിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. സ്വാർത്ഥരായ മനുഷ്യരാണ് ഈ കൂട്ടുകുടുംബം പാടില്ല എന്ന് പറയാനുള്ള കാരണം സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ കൂട്ടുകുടുംബം എപ്പോഴും നമുക്ക് നല്ലതാണ്. ഇനി നമുക്ക് കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, താഴാണ്ടും പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്ട്, ദൈവവിശ്വാസം ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യങ്ങളില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ എല്ലാം ഓപ്പണായിട്ട് പറയും. കാരണം രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടായാലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓപ്പണായിട്ട് പറയും. അപ്പോൾ അവളുടെ പ്രശ്നങ്ങൾ എന്നോട് പറയും. അതിന് ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ജോലി കിട്ടിയിട്ട് വിവാഹം, അതിലൊന്നും വലിയ കഥയില്ല. തമ്പരാൻ സേഫാക്കിയ സേഫാവും. ഇപ്പൊ ഞാനൊരു ഇത്ര കാശ് അല്ലെങ്കിൽ 2 കോടി കൊടുത്തു, എൻ്റെ കൊച്ചിനെ കെട്ടിച്ചു, സേഫാവുന്ന ഒരു നിർബന്ധമില്ല. തമ്പരാൻ സേഫാക്കി, അല്ലെങ്കിൽ അത് ചിന്ത പോലെ പോകും. അതുപോലെ എനിക്ക് മോൾക്ക് ജോലി കിട്ടിയിട്ട് അതിനോട് ഞാൻ യോജിക്കില്ല. തമ്പരാൻ്റെ കൈ പിടിച്ച് നടന്നാൽ നമ്മൾ സേഫാണ്. അത് എന്തായാലും കുട്ടികളുണ്ടാവാനായാലും എന്ത് ആവശ്യമായാലും, ഇപ്പോൾ കല്യാണം നടക്കുന്നതായാലും എന്ത് കാര്യമാണെങ്കിലും തമ്പരാനോട് ചേർന്ന് നിന്നാൽ സേഫാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് എന്നതിലുപരി ഭാര്യയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അതായത് കൂടുതലും പാചകവുമായി ബന്ധപ്പെട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ പാചകം ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ അത് സപ്പോർട്ട് ചെയ്തു പോകും. പിന്നെ പിള്ളേരുടെ സ്കൂളിലെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബാക്കിയുള്ള ആള് തന്നെ ഒരു പരിധി വരെ ചെയ്തോളും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ആദ്യം കടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് ഗോഡൗൺ ആയാലും ഫുൾ ടൈം പുള്ളി ഇവിടെ ഉണ്ടാവും. ഒരു ദിവസം വികാരിച്ചും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളെ വിളിക്കുന്നുണ്ട്? അപ്പം ചേട്ടൻ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ ഭാര്യ ഏത് നേരത്തും വിളിയുന്ന, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ അതൊരു വിഷയമല്ല കേട്ടോ. കാരണം അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, താഴാണ്ടും പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്ട്, ദൈവവിശ്വാസം ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ദശാംശം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ കൃത്യമായിട്ട് പാലിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതിൻ്റെ ദശാംശം ദൈവത്തിന് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും. അത് കൊടുക്കുന്നത് ഞാൻ എൻ്റെ മക്കളിലൂടെ തന്നെയാണ്. കാരണം ഞാനെടുത്ത് ആ ദശാംശം മക്കളെ ഏൽപ്പിക്കും, മക്കൾ മുഖാന്തരം കൊടുപ്പിക്കും. അപ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി അതിൽ നിന്ന് ലഭിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഇന്നത് ചെയ്യുന്നുണ്ട്, അത് അവരറിയുന്നുണ്ട്. അവരെ കൊണ്ടുപോകും, അത് 4 പേരെയും കൂട്ടി കൊണ്ടുപോകും. 4 പേരിലേക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ടാണ് കൊടുപ്പിക്കുക. അപ്പോൾ അത് അറിയണം. കാരണം ഇന്നൊരു കാര്യമുണ്ട്, അത് ദൈവത്തിന് അർഹിക്കുന്നതാണ്, ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് മുടക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. വിവാഹ ജീവിതം വൈകിക്കുന്ന യുവാക്കളോട് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള ഒരു കാര്യം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, മറിച്ച് മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരം പ്രാപിക്കുകയും അപ്പോൾ നല്ലതും ദൈവഹിതം എന്തെന്നും പ്രയോജനകരവുമായതെന്തെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരിക്കലും വിവാഹം നീട്ടിവെക്കുന്നത് നല്ലതല്ല. കാരണം നമ്മൾ വിചാരിക്കും സെറ്റിൽ ചെയ്തിട്ടാവാം. തീർച്ചയായും തെറ്റായ കാര്യമാണ്. നമ്മെ നയിക്കുന്ന തമ്പുരാനാണ്. തമ്പുരാൻ നമ്മെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ വിവാഹ ജീവിതവും നമുക്ക് തരുന്നത് തമ്പുരാൻ തന്നെയാണ്. കാരണം നിനക്ക് ചേർന്ന ഇണയെ ഞാൻ തരുമെന്നുള്ളതാണ്. ഒട്ടും വൈകിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും നേരത്തെ കല്യാണം കഴിക്കുക. ഒരു 26-28 വയസ്സിനുള്ളിൽ ആൺകുട്ടികൾ കല്യാണം കഴിച്ചിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഊർജ്ജസ്വലരായ പിള്ളേരെ ലഭിക്കും. അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് സാധിക്കുമുള്ളതാണ്. ഒരിക്കലും വിവാഹം വൈകിപ്പിക്കരുത്. അപ്പോൾ സൗന്ദര്യം നമുക്ക് നമ്മൾ വ്യായാമമൊക്കെ ചെയ്ത് നന്നായി നടക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ പ്രസവം അല്ലെങ്കിൽ ഒരു കുട്ടി മതി അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട എന്നൊക്കെ ഒരു തീരുമാനം എത്തുന്നത് ഭയങ്കര നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അത് ഇപ്പോഴത്തെ പിള്ളേരോട് എനിക്ക് പറയാനുള്ളതാണ്. നമ്മൾക്ക് സൗന്ദര്യം അതൊന്നുമല്ല. നമ്മൾ തമ്പുരാനെ ഏൽപ്പിച്ച ജോലി
ബൈബിൾ അടിസ്ഥാനത്തിൽ വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കുക. നമ്മൾ താഴ്ന്നു കൊടുത്ത് തമ്പുരാന്റെ അനുസരിച്ച് ജീവിക്കുമ്പോൾ തമ്പുരാൻ ആ ബ്ലെസ്സിങ് വരും. അല്ലെങ്കിൽ ആ ബ്ലെസ്സിങ് എവിടെയെങ്കിലൊക്കെ തടയും. ഞങ്ങൾ വർഷത്തിൽ ഒരു ധ്യാനം മസ്റ്റാണ്. അത് എല്ലാവരും കൂടിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ബലം ഞങ്ങൾക്കുണ്ട്. കാരണം ഏതൊരു ബാറ്ററിയും ചാർജ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന് റീചാർജ് ചെയ്ത് കയറാന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ ധ്യാനം സഹായിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി ധ്യാനം കൂടി അതിനുശേഷം മക്കളെയും വിടും. അത് ധ്യാനം മസ്റ്റാണ്. അതുപോലെ തന്നെ പള്ളിയിൽ ഞങ്ങളുടെ ഇടവകയിൽ വരുന്ന ധ്യാനങ്ങളും ഞങ്ങൾ മുടക്കാറില്ല. എൻ്റെ ഒരു റുട്ടീൻ തുടങ്ങുന്നത് 3 മണിയാണ്. വെളുപ്പിന് 3 മണിക്ക് ഞങ്ങൾ എഴുന്നേക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. കരുണയുടെ ജപമാല. ഞങ്ങളുടെ പിള്ളേർ കണ്ണ് തുറക്കുമ്പോൾ ആദ്യം അവർ കാണുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അല്ലെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് അവർ എഴുന്നേറ്റ് വരുന്നത് തന്നെ. അപ്പോൾ അത് അവർക്കൊരു എപ്പോഴും വലിയൊരു പ്രചോദനമായിട്ട് അവർ പറയാറുണ്ട് ഈ പറഞ്ഞ പോലെ. അതിനുശേഷം ഒരിത്തിരി നേരം കിടന്നിട്ടാണ് പിന്നെ 6:30 ഞാൻ കുർബാനയ്ക്ക് പോവാം. കുർബാന കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള എന്ത് കാര്യങ്ങളും കുർബാന കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ 6 പേരും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകും. കല്യാണത്തിന് മുമ്പ് എൻ്റെ വിചാരം മക്കളൊക്കെ ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇതൊക്കെ നടന്നു പോണേ എന്നെൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് മക്കളായി തുടങ്ങിയപ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മൾ ദൈവത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. ഒരാളൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാനെപ്പോഴും ആലോചിക്കണം, മൂത്തവൾക്കൊക്കെ ഒരു പനി വന്നാൽ നമ്മൾ അപ്പെടുത്തൊരു ഓടും, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. പക്ഷെ താഴെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പം പഠിപ്പിക്കുന്ന കാര്യമായാലും നമ്മൾ കൂടി ഇരുന്നില്ലെങ്കിൽ പറ്റില്ല എന്നാണ് നമ്മളുടെ ഒരു വിചാരമായിരുന്നത്. അതിൽ കാരണം നമുക്ക് സൗകര്യമുണ്ട്, സമയമുണ്ട്. ആദ്യത്തെ ഒരു കുട്ടിക്ക് ഉണ്ടാവും. താഴെ വരുമ്പോൾ അതിന് നമുക്ക് സമയമില്ല. അപ്പം നമ്മൾ കൂടുതൽ തമ്പുരാനിലേക്ക് അങ്ങോട്ട് അടുക്കും. മക്കളുണ്ടാകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയേക്കണത് തമ്പുരാനെ നമ്മൾ ശരിക്കും വിളിക്കും. അതുപോലെ നമുക്ക് ടെൻഷൻ ഭയങ്കര താഴെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ കുറയും. ഭയങ്കര ദൈവാശ്രയബോധം കൂടും. പുതിയ കപ്പിൾമാരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ 3ഓ 4ലോ നിർത്തരുത്. അതിൽ കൂടുതലിലേക്ക് പോകണം എന്നുള്ളതാണ്. ഒരു കാരണവശാലും 1ലോ 2ലോ നിർത്തരുത്. കാരണം ഇവരെ ഒന്നും കൊണ്ട് നടക്കുന്ന നമ്മളല്ല, തമ്പുരാനാണ്. ദൈവം തരുന്ന മക്കൾ അല്ലെങ്കിൽ ദാനങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കരുത്. കാരണം അപ്പോൾ നമുക്ക് മറ്റു തരുന്ന അനുഗ്രഹങ്ങളും ദാനങ്ങളും ദൈവം മാറ്റിവെക്കും എന്നുള്ളതാണ്. ദൈവം തന്നദാനമേ കയ്യിൽ വന്ന ഭാഗ്യമേ ദൈവം തന്നദാനമേ
ഭാഗ്യമേ